ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഡിജോ കാപ്പൻ അന്തരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പൗരാവകാശ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, നമ്മുടെ ചർച്ചകളിലേക്ക് ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു മരണമാണെന്ന് ഉറപ്പായും പറയാം. അത്രയധികം ആകസ്മിക മരണം. അപകടത്തിൽ പരിക്കേറ്റ ഡിജോ കാപ്പൻ ചികിത്സയിലായിരുന്നു എന്നറിയാൻ കഴിയുന്നു. ഇപ്പോൾ ഡിജോ കാപ്പൻ ഈ പൗരാവകാശ പ്രവർത്തനങ്ങളിൽ, പൗരൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ, കൺസ്യൂമർ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു, അങ്ങേയറ്റം സജീവമായിരുന്നു. എപ്പോഴാണ് അപകടം ഉണ്ടായത് എന്ന കാര്യം നമുക്കറിയുന്നില്ല. ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നു. വലിയ ഞെട്ടലുണ്ടാക്കുന്ന മരണമാണ്. വളരെ അടുത്ത സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഡിജോ കാപ്പൻ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കൺസ്യൂമർ ബന്ധമായ സംശയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഫോണിൽ കിട്ടുകയും അതിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു, സാമൂഹിക പ്രവർത്തകനായിരുന്നു. മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം പൂർണ്ണമായി ഈ രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, കൺസ്യൂമർ സംശയങ്ങളിലേക്കും അവരുടെ പൗരാവകാശ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിച്ച ആളാണ്. പൗരാവകാശത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച ആളാണ് ഡിജോ കാപ്പൻ. ഡിജോ കാപ്പൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപകടത്തെ തുടർന്ന് കാർ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത ആ നിലയിൽ ശ്രദ്ധയിൽ വന്നില്ലായിരുന്നു അല്ലേ? അങ്ങനെ അത് അത്രയും ഗുരുതരമായ അപകടം ആണെന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും അതൊരു വല്ലാത്ത വാർത്തയായി പോയി എന്ന് ഉറപ്പായും പറയാം. കാര്യം നമ്മുടെയൊക്കെ സൗഹൃദ വലയത്തിൽ വളരെ അടുപ്പമുള്ള, നമ്മുടെ മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെയൊക്കെ സൗഹൃദ വലയത്തിൽ വളരെ അടുപ്പമുള്ള, വളരെ അടുത്ത ആളായിരുന്നു. വിലക്കയറ്റങ്ങൾക്കും ഒക്കെയുള്ള ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ഒക്കെ നമ്മൾ നിരന്തരം ആധികാരികമായി ചർച്ചയ്ക്കൊക്കെ വിളിച്ചിരുന്ന, ആധികാരികമായി സംസാരിച്ചിരുന്ന, കോടതികളിലേക്കൊക്കെ നിരന്തരം പോയിരുന്ന, കൺസ്യൂമർ കോടതികളിലേക്ക് നിരന്തരം പോയിരുന്ന, അങ്ങനെ പൗരാവകാശത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനായിരുന്നു ഡിജോ കാപ്പൻ. അപ്പോൾ ഡിജോ കാപ്പൻ അന്തരിച്ചു എന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സങ്കടകരമായ വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.